Hi, good morning. How are you? Are you okay? Okay അല്ലേ? Good. അപ്പോൾ നമ്മൾ നമ്പേഴ്സ് എല്ലാം കുറേ നമ്പേഴ്സുകളൊക്കെ പഠിച്ചില്ലേ? 40 ഒക്കെ എത്തി നമ്മൾ ഫിനിഷ് ആകാനായി. ഇനി കുറച്ച് നമ്പേഴ്സും കൂടെ പഠിച്ചാൽ മതി. ആ നമ്പേഴ്സ് കൂടെ പഠിച്ചു കഴിഞ്ഞാൽ 50 വരെ എത്തി. നമ്മൾ UKG ക്ലാസ്സിലെത്തി അല്ലേ? UKG ക്ലാസ്സിലെത്തിയപ്പോൾ വലിയ കുട്ടികളായി. ഇപ്പോൾ തന്നെ വലിയ കുട്ടികളാണ്. UKG ക്ലാസ്സിൽ കൂടെ കുറച്ച് വലിയ കുട്ടികളായി. അപ്പോൾ നമുക്ക് നമ്പേഴ്സ് തന്നെ, എന്നും നമ്പേഴ്സ് തന്നെ അല്ലേ? എന്നും നമ്പേഴ്സ്. പിന്നെ നമുക്കൊരു സ്റ്റോറി കഴിഞ്ഞിട്ടാവും നമ്പേഴ്സ് തുടങ്ങിയാൽ എന്താ? സ്റ്റോറി കഴിഞ്ഞിട്ടായാലോ? വെറുതെ നമുക്ക് രസത്തിനൊരു സ്റ്റോറി അങ്ങോട്ട് പറഞ്ഞു, നിങ്ങൾക്കൊക്കെ അറിയാവുന്ന സ്റ്റോറിയാണ്. അപ്പോൾ ആ സ്റ്റോറി അങ്ങോട്ട് പറഞ്ഞിട്ട് നമുക്ക് നമ്പേഴ്സ് തുടങ്ങാം. അറിയോ? റെഡി ആണെങ്കിൽ എന്ത് പറയണം? ഓക്കെ ഓക്കെ പറഞ്ഞോ? കാണിച്ചില്ല, കുറേ പേരും കൈ കാണിച്ചില്ല. കൈ കാണിച്ചാലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, നല്ല സ്മൈലിംഗ് ഫേസിലും ഓക്കെ പറയണം. ഓക്കെ, ആ വെരി ഗുഡ് വെരി ഗുഡ്. അപ്പോൾ എന്ത് സ്റ്റോറി ഞാൻ പറയുന്നതെന്ന് അറിയാവുന്ന? ഇന്നൊരു പാവ സ്റ്റോറിയാണ് ഞാൻ പറയുന്നത്. ഒരു പാവം കഥ, ഒരു പാവത്താൻ്റെ കഥ. ആരാന്നറിയാവോ? ഒരു കാക്കച്ചിയുടെ കഥയാണ് പറയുന്നത്. കാക്കച്ചി കണ്ടിട്ടില്ലേ നിങ്ങൾ? എന്താ കളറ്? അല്ല വൈറ്റ് കളറാ, റെഡാ, ബ്ലൂവാ? നോ നോ നോ, കാക്കച്ചിയുടെ കളറ് ബ്ലാക്ക് കളറാണ്. ഈ കാക്കച്ചിയുടെ കളറ് തോലിനൊക്കെ ബ്ലാക്ക് കളറായതുകൊണ്ട് കാക്കച്ചിക്ക് ഭയങ്കര സങ്കടം. അയ്യോ, ഞാൻ മാത്രം എന്താ ഇങ്ങനെ കണ്ടില്ലേ, എൻ്റെ മേലൊക്കെ കണ്ടില്ലേ കറുത്തിരിക്കുന്നു. ബാക്കിയുള്ള ബേർഡ്സൊക്കെ മറ്റുള്ള പക്ഷികളൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ. പച്ച ചിറകുള്ള തത്തമ്മയുണ്ട്, നല്ല പ്രാവുകൾ, നല്ല വെള്ള നിറമുള്ള പ്രാവുകളുണ്ട്. അങ്ങനെ പല 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 പക്ഷികൾ നല്ല ഭംഗിയുള്ളത്. ഞാൻ മാത്രം ഇങ്ങനെ കറുത്തിരിക്കുക. എന്നെ കാണാൻ ഒരു രസമില്ല. പിന്നെ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റാൽ ഈ കാക്കച്ചി കരയാൻ തുടങ്ങും. അതിൻ്റെ അമ്മ കാക്കയോട് പറയാം, അമ്മ കാക്കയെ നോക്ക്, ഞാൻ മാത്രം ഇങ്ങനെ കറുത്തിരിക്കുക, എനിക്ക് നല്ല ഭംഗിയുള്ള തോല് വേണം, ഈ ബ്ലാക്ക് കളറൊക്കെ മാറ്റിയിട്ട് എനിക്ക് നല്ല ഭംഗിയുള്ള തോല് വേണം എന്ന് പറഞ്ഞ് എല്ലാ ദിവസവും കരയാൻ തുടങ്ങും. അതിൽ കാക്കച്ചി പറയും, കാക്കച്ചിയുടെ അമ്മ പറയാം, അയ്യേ ഇതെന്താ നീ പറയുന്നത്? അങ്ങനൊന്നുമില്ല, നമ്മുടെ കളറാണിത്, കളറിൽ വലിയ കാര്യമൊന്നുമില്ല, കളറിനകത്തല്ല കാര്യം. നമ്മളെല്ലാം ഈ വീട്ടിലുള്ള ചീത്ത സാധനങ്ങൾ, അഴുക്ക് സാധനങ്ങൾ, മുറ്റൊക്കെ വൃത്തിയാക്കുന്നതൊക്കെ നമ്മളാണ്. അപ്പം നിറത്തിനകത്ത് വലിയ കാര്യമൊന്നും ഇല്ല എന്നൊക്കെ കാക്കച്ചിയുടെ അമ്മ പറയും. പക്ഷേ കാക്കച്ചി സമ്മതിക്കൂല. നമ്മൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ നമ്മുടെ മുറ്റത്തുള്ള വേസ്റ്റൊക്കെ കൊത്തി തിന്ന് മാറ്റിയെടുത്ത് കൊണ്ടുപോകുന്ന ആരാ? കാക്കച്ചിയാണ്. വേറെ ബേർഡ്സ് എന്തെങ്കിലും വരാറുണ്ടോ അങ്ങനെ വന്ന് കൊത്തി തിന്നാൻ, വേസ്റ്റൊക്കെ തിന്നാൻ? ഇല്ല, കാക്കച്ചിയാണ് നമ്മുടെ മുറ്റമൊക്കെ വൃത്തിയാക്കി. നമ്മുടെ ചോറുമറ്റൊക്കെ ഇങ്ങനെ മുറ്റത്തോട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ മുറ്റത്തിടാൻ പാടില്ല അല്ലേ? ചോറുമറ്റൊന്നും അങ്ങനെ വലിച്ചെറിയാൻ പാടില്ല. പക്ഷേ ചിലപ്പോൾ അറിയാതെയൊക്കെ വലിച്ചെറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാ വന്നതെല്ലാം കൊത്തി 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 പെറുക്കി തിന്നുന്ന ആരാ? കാക്കച്ചിയാണ്. അപ്പം കാക്കച്ചിയാണ് നമ്മളെ എപ്പോഴും ഹെൽപ്പ് ചെയ്യുന്ന ആളാരാണ്? കാക്കച്ചിയാണ് അല്ലേ? ഈ ക്രോയാണ് നമ്മളെല്ലാ കാര്യത്തിലും ഹെൽപ്പ് ചെയ്യുന്നത്. നമ്മൾ വേസ്റ്റ് ഇടുമ്പോഴും ഒക്കെ വന്നിട്ട് നമ്മുടെ മുറ്റമൊക്കെ വൃത്തിയാക്കുന്ന ആരാണ്? ക്രോയാണ്. എല്ലാ ദിവസവും ഇങ്ങനെ കാക്കച്ചി ഇങ്ങനെ ഇരുന്ന് കരച്ചിലാണ്. കാക്കയുടെ അമ്മക്കാക്കയോട് പറയുമ്പോൾ നോക്കി, ഞാൻ മാത്രം ഉണ്ട് ഇങ്ങനെ കറുത്തിരിക്കുന്നത്, എൻ്റെ ദേഹം മാത്രം കറുപ്പ്, ബാക്കി എല്ലാ ബേർഡ്സും നല്ല ഭംഗിയല്ലേ കാണാനമ്മ, ഒന്ന് നോക്കി എനിക്കത് പറ്റൂല, എനിക്കും അങ്ങനത്തെ നല്ല ഭംഗിയുള്ള തോല് വേണം, നോക്കി വേണം പറഞ്ഞ് കരച്ചു പോകാം. അപ്പോൾ അവസാനം കാക്കച്ചിയുടെ അമ്മയ്ക്ക് ദേഷ്യം വന്നു. എന്നാൽ നീ പോയിച്ചാൽ ആരോടെയും ചോദിച്ചു നോക്കും, തരുമോ ചോദിച്ചു നോക്കുന്നു. അത് കേട്ടപ്പോൾ കാക്കച്ചി എന്ത് ചെയ്ത് പതുക്കെ മുറ്റത്തോട്ടിറങ്ങിയിട്ട് എന്ത് ചെയ്ത് ഇങ്ങനെ നോക്കി, മരത്തിൻ്റെ മേളിൽ ഇങ്ങനെ നോക്കിയേ നല്ല ബേർഡ്സിനെ കണ്ടു കഴിഞ്ഞാൽ 2 തോല് ചോദിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ അങ്ങനെ ഒരു നല്ല ഭംഗിയുള്ള മഞ്ഞക്കിളി വരുന്നു. മഞ്ഞക്കിളി ഇങ്ങനെ വരുന്നത് കണ്ടപ്പോൾ എന്ത് ചെയ്ത് കാക്കച്ചി എന്ത് ചെയ്ത് പതുക്കെ ചെന്നിട്ട് അതിൻ്റെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, മഞ്ഞക്കിളിയെ ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ എനിക്ക് തരുമോ എന്ന് ചോദിച്ചു. മഞ്ഞക്കിളി പറഞ്ഞാൽ എന്താ ചോദിച്ചു? ഞാൻ തരാമല്ലോ, എനിക്ക് നിൻ്റെ 2 തോല് തരുമോ എന്ന് ചോദിച്ചു. അല്ല യെല്ലോ കളറുള്ള 2 തോല് എനിക്ക് തരുമോ? അപ്പോൾ മഞ്ഞക്കിളി ചോദിച്ചാൽ, അയ്യോ അതിന് 2 എണ്ണമായിട്ട് നിനക്കിപ്പോൾ എന്ത് ചെയ്യാൻ? 2 എണ്ണം കൊണ്ടൊന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ? ഒരു കാര്യവും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ 2 എണ്ണം മാത്രമായിട്ട് ഇപ്പോൾ എന്തിനാ? എന്നാലും ഞാൻ നിനക്ക് തരാമെന്ന് പറഞ്ഞുകൊണ്ട് വേഗമായിട്ട് മുഖത്തുനിന്ന് പറിച്ചിട്ട് 2 തോല് കാക്കച്ചിക്ക് സന്തോഷമായി. കാക്കച്ചി അതിൻ്റെ പിടിച്ച് അങ്ങനെ പോയി. അടുത്തിങ്ങനെ ആരാ വരുന്നതെന്ന് നോക്കി ഇങ്ങനെ നിന്നെക്കൊണ്ട് ഒരു നീലപ്പൊന്മാനെ കണ്ടിട്ടില്ല നിങ്ങൾ? മീനെയൊക്കെ പിടിക്കുന്ന പൊന്മാൻ, നീല കളറും പച്ച കളറും ഒക്കെ ആയിട്ട് നല്ല മിക്സഡ് കളറായിട്ടുള്ള പൊന്മാൻ ഇങ്ങനെ വാറി പോകുന്ന റിപ്പോർട്ടിനെ കാക്കച്ചി ചോദിച്ചു, എനിക്ക് 2 തോല് ഫെദർ തരുമോ, 2 തോല് തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ നീലപ്പൊന്മാൻ ചോദിച്ചു, അതിന് 2 എണ്ണമായിട്ട്? എനിക്കൊരു കാര്യത്തിന് എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ നിന്ന് മേടിച്ച് 2 തോല്.
പിന്നെതാ ഇങ്ങനെ നോക്കിയപ്പോൾ ഒരു മയിലിങ്ങനെ പാറി പാറി വന്ന് അവിടെ വന്നിരുന്നിട്ട് ചിറകിങ്ങനെ വിരിച്ചാടുക. മയിൽ എങ്ങനെയാണ് പീലി നിർത്തി ആടുന്ന കണ്ടിട്ടില്ലേ? മയിൽപ്പീലിയുണ്ട്, നിറയെ മയിൽപ്പീലിയുണ്ട്. ആ മയിൽപ്പീലി എല്ലാം ഇങ്ങനെ വിരിച്ചിട്ട് പീലി വിടർത്തി ഇങ്ങനെ മയിലാടുന്നുണ്ട്. കുറച്ച് നേരം കാക്കച്ചി ഇങ്ങനെ നോക്കിയിരുന്നു. ഓ എന്ത് ഭംഗിയാണോ ആ മയിലിനെ കാണാനായിട്ട്, എന്ത് രസമാണ്. എൻ്റെ തോല് കണ്ടില്ലേ? ഓ എനിക്ക് എന്തായാലും കുറച്ച് തോല് കിട്ടിയേ പറ്റുള്ളൂ, എനിക്ക് മയിലിനെ പോലെ ആകണം, അത് കിട്ടിയേ പറ്റുള്ളൂ. നമ്മളിങ്ങനെ നോക്കിയിരുന്നത് മയിലിങ്ങനെ ചെറുതൊക്കെ ഇങ്ങനെ വിടർത്തി അവസാനം ഒതുക്കി ഇരുന്നപ്പോൾ പതുക്കെ ചെന്നിട്ട് ചോദിച്ചു, അല്ല മയിലമ്മേ, എനിക്കൊരു 2 ഇത് തരുമോ, മയിൽപ്പീലി തരുമോ എന്ന് ചോദിച്ചു. അതെന്തിനാ നിനക്കെന്തിനാ മയിൽപ്പീലി, എന്തിനാ? എനിക്കൊരു കാര്യമുണ്ട്, എനിക്കൊരു 2 മയിൽപ്പീലി താന്ന് പറഞ്ഞു കുറേ കരഞ്ഞെന്ന് പറഞ്ഞപ്പോൾ ഈ മയിലെന്ത് ചെയ്ത് എന്നാ കൊണ്ടുപോകും, 2 എടുത്തു പറഞ്ഞു 2 കൊണ്ടുപോകും. അങ്ങനെ അപ്പോൾ കുറേ ബേർഡ്സിൻ്റെ ഫെദറൊക്കെ മേടിച്ച് കൂട്ടി അവിടെ വെച്ചു. അവസാനം എന്ത് ചെയ്ത് കാക്കച്ചിന്നറിയാമോ? ഈ ഫെദറെല്ലാം കൂടെ എടുത്തിട്ട് കുറച്ച് പശയൊക്കെ അങ്ങോട്ട് ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്ത് ഈ കാക്കച്ചിയുടെ മേത്തെല്ലാം പറ്റിച്ചു മേത്തെല്ലാം വെച്ചപ്പോൾ നല്ല ഭംഗിയായി കാണാൻ, നല്ല സുന്ദരക്കുട്ടപ്പൻ. ബ്ലാക്ക് കളറൊക്കെ പോയി പല കളറുള്ള കാക്കച്ചിയായി. ഏതൊക്കെയാണ്? മയിലിൻ്റെ ഉണ്ട്, നീലപ്പൊന്മാൻ്റെ ഉണ്ട്, മഞ്ഞക്കിളിയുടെ ഉണ്ട്, തത്തമ്മയുടെ ഉണ്ട്. എല്ലാവരുടെയും തൂവൽ ഒട്ടിച്ചൊട്ടിച്ച് വെച്ചപ്പോൾ നല്ല ഭംഗി, പല കളറുള്ള വെറൈറ്റി കളറുള്ള ഒരു പുതിയ ബേർഡായിട്ട് ഇങ്ങനെ ഇരിക്കുക കാക്കച്ചി. ഇങ്ങനെ ഇരുന്ന് അതിലേക്ക് കുറേ സമയമൊക്കെ പറന്നൊക്കെ നോക്കി. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് പതുക്കെ പറക്കുന്നതിനൊന്നും വലിയ കുഴപ്പമില്ല. പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് പറ്റി? കാക്കച്ചി ഇങ്ങനെ പാറി പതുങ്ങി അവിടെ മരത്തിന് പുറത്തിരുന്നപ്പോണ്ട് താഴെ കുറേ ചോറുമറ്റികളും അതും ഇതൊക്കെ ഇങ്ങനെ കിടക്കുന്നു. അത് കണ്ടപ്പോൾ കാക്കച്ചിക്ക് വിശന്നിട്ട് ഇനി എന്തെങ്കിലും കഴിക്കാതെ പറ്റുമല്ലോ, ഇത്രയും നേരമായിട്ട് സൗന്ദര്യം വരുത്തി ഇങ്ങനെ ഇരിക്കുകയല്ലായിരുന്നോ. അപ്പം ഇനി എന്തെങ്കിലും ഒന്ന് കഴിക്കണം, വയറ് വിശന്നിട്ട് വയ്യാന്ന് പറഞ്ഞ് പതുക്കെ കാക്കച്ചി ആ മുറ്റത്തോട്ട് പോയിച്ച് അങ്ങോട്ട് പാറിയിരുന്നു. പക്ഷേ എന്ത് പറ്റി? കാക്കച്ചി അവിടെയോട്ട് പാറി വന്നപ്പോഴത്തേക്ക് അവിടെ വേറൊരാൾ കാക്കച്ചിയെ നോക്കിയിരിപ്പുണ്ടായിരുന്നു. ആരാന്നറിയാവോ? ആ വീട്ടിലെ ചക്കി പൂച്ച, ഒരു കണ്ടം പൂച്ചയും ചക്കി പൂച്ചയും ഉണ്ടവിടെ. അവർ രണ്ടാളിങ്ങനെ നോക്കിയിരിക്കുക, എന്തെങ്കിലും തിന്നാൻ കിട്ടുമോ എന്ന് നോക്കിയിരിക്കുകയായിരുന്നു. ഈ കാക്കച്ചി ഇങ്ങോട്ട് വരുന്ന കണ്ടപ്പോണ്ട് പൂച്ചകൾ 2 കൂടെ പാഞ്ഞ് പതുക്കെ ഇങ്ങോട്ട് വന്നു. അതിനൊന്ന് കാക്കച്ചിക്ക് പറക്കാൻ വയ്യ. എന്താ പറക്കാൻ വയ്യാത്തതിൻ്റെ കാരണം എന്താ? മയിൽപ്പീലിയുടെ നീളം കണ്ടിട്ടില്ല നിങ്ങൾ? മയിൽപ്പീലിക്ക് കുറേ നീളമുണ്ട്. പിന്നെ കുറേ തത്തമ്മയുടെ തൂവല്, മറ്റേ മയിലപ്പൻ പല തൂവലുകളായിട്ട് കാക്കച്ചിക്ക് പൊങ്ങി പറക്കാൻ പറ്റിയില്ല. ഇതെല്ലാം പശ വെച്ചിങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് വെച്ചേക്കല്ലേ മേത്ത്. അപ്പം ചിറക് ഇങ്ങനെ അടിച്ചിട്ട് വേണ്ടേ പറക്കാൻ. ചിറക് വീശിയിട്ട് പൊന്നുന്നില്ല, കാക്കച്ചിക്ക് പറക്കാൻ പറ്റുന്നില്ല. കാക്കച്ചി ആകെ അങ്ങോട്ട് കരഞ്ഞ് വെള്ളം വെച്ച് ഒരു തരത്തിൽ പറന്ന് മേളി പൊന്തി. പ്രത്യേകം കൊണ്ട് വാലെ പിടിച്ചു കഴിഞ്ഞാൽ പൂച്ചക്കുട്ടികൾ 2 കൂടെ വാലെ കടിച്ചു പിടിച്ചു. മയിൽപ്പീലി പൂച്ചക്കുട്ടികളുടെ വായിലില്ല. ഒരു തരത്തിൽ കാക്കച്ചി രക്ഷപ്പെട്ട് മേളിപ്പോയി പാറിപ്പോയിരുന്നു. മേളിച്ചതുകൊണ്ട് അവിടെ അമ്മക്കിളി ഇങ്ങനെ നോക്കി നിൽപ്പുണ്ട്. കാക്കച്ചിയുടെ അമ്മ എന്താ പറ്റിയെന്ന് ചോദിച്ചു. പിന്നെ കാക്കച്ചി പറഞ്ഞു, എൻ്റെ അമ്മേ, എന്നെ ഇപ്പം ആ പൂച്ചകൾ 2 കൂടെ പിടിച്ചേനെ. ഞാൻ ഒരു തരത്തിലാണ് അവിടുന്ന് രക്ഷപ്പെട്ട് എഴുന്നേറ്റ് പാറി വന്നത്. എനിക്കിനി ഈ തൂവലൊന്നും വേണ്ട ദൈവമേ, ഈ തൂവലും വെച്ചുകൊണ്ട് എനിക്ക് ഒരിടത്തും പോകാനും വയ്യ, എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ രക്ഷപ്പെടാൻ വയ്യമ്മേ, അതുകൊണ്ട് എനിക്കിതൊന്നും വേണ്ട എന്ന് പറഞ്ഞു വേഗം എന്ത് ചെയ്ത് മേത്തുള്ള തൂവലുകളെല്ലാം വലിച്ചു പറിച്ച് കളഞ്ഞു. അപ്പോൾ ഉടനെ കാക്കച്ചിയുടെ അമ്മ പറഞ്ഞു, ഞാൻ നിന്നോട് ആദ്യമേ പറഞ്ഞല്ലേ, എല്ലാവർക്കും ഓരോരോ നിറങ്ങൾ ദൈവം കൊടുത്തിട്ടുണ്ട് അല്ലേ? കാക്കയ്ക്ക് കറുപ്പ് നിറം, തത്തയ്ക്ക് പച്ച നിറം, മയിലിന് നല്ല ഭംഗിയുള്ള നിറം, അങ്ങനെ പല കളറുകൾ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. മനുഷ്യർക്കും ജന്തുക്കൾക്കും ജീവികൾക്കും. ആനയ്ക്കാണെങ്കിൽ വലിയ കറുപ്പ് നിറം, അങ്ങനെ ടൈഗറിന് കണ്ടിട്ടില്ലേ നല്ല സ്ട്രിപ്സ് ഉള്ളത്, വരകളുള്ള ഇത്. സീബ്രയ്ക്ക് നല്ല സ്ട്രിപ്സുകൾ, നല്ല വരകളുണ്ട്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് വരകളുണ്ട്. അങ്ങനെ പല ജന്തുക്കൾക്കും പക്ഷികൾക്കും മനുഷ്യർക്കും എല്ലാം പല നിറങ്ങളാണ്. അപ്പോൾ അവരവരുടെ നിറങ്ങൾ കൊണ്ട് അവരൊരു സന്തോഷമായിട്ട് കഴിയണം. അപ്പം നമ്മുടെ നിറം എപ്പോഴും കാക്കയുടെ നിറം എപ്പോഴും ഏത് നിറമാണ്? ബ്ലാക്ക് കളറാണ്. അതിൽ സങ്കടപ്പെടേണ്ട കാര്യമില്ല, അത് നല്ല നിറമാണ്. നല്ല മനസ്സുണ്ടായാൽ മതി. നമ്മൾ ഈ മുറ്റത്തുള്ള ഇതെല്ലാം കുത്തിപ്പറക്കി തിന്ന് നല്ല വൃത്തിയാക്കി വെച്ചാൽ മതി, നല്ല മനസ്സുണ്ടായാൽ മതി എന്ന് പറഞ്ഞ് അമ്മക്കിളി പറഞ്ഞു കൊടുത്തു. കാക്കച്ചിക്ക് സന്തോഷമായി. പിന്നെ കാക്കച്ചിക്ക് സൗന്ദര്യം ഇല്ല എന്നുള്ളൊരു തോന്നലേ വന്നിട്ടില്ല. പിന്നെ മേലാലും കാക്കച്ചി പറഞ്ഞിട്ടില്ല, അയ്യോ എനിക്ക് സൗന്ദര്യമില്ലേ പിന്നെ കാക്കച്ചി പറഞ്ഞിട്ടില്ല. എന്താ കാരണം? അന്ന് പൂച്ച പിടിക്കാൻ വന്നപ്പോൾ മനസ്സിലായി അല്ലേ, ഓടി രക്ഷപ്പെടാൻ വയ്യ. മറ്റേതായിരുന്നെങ്കിൽ വേഗം പൊങ്ങി പറന്നു പോകാമായിരുന്നു.
ഇനി തൂവലെല്ലാം കൂടെ വെച്ച് ഒട്ടിച്ചു വെച്ചത് കൊണ്ട് ഒന്നും പറ്റുന്നില്ല. അപ്പം അവനവൻ്റെ സൗന്ദര്യം കൊണ്ട് സന്തോഷമായിട്ട് ജീവിക്കുക. ഓക്കെ, ഇഷ്ടമായ സ്റ്റോറി? എന്നാ ഇനി നമുക്ക് നമ്പർ പഠിക്കാം അല്ലേ? അപ്പൊ ടുഡേ വി ലേൺ നമ്പർ 45 and 46. അപ്പൊ സ്റ്റോറി കഴിഞ്ഞു, ഇനി നമ്മൾ നമ്പറിലോട്ട് കയറുകയാണ്. ഏതൊക്കെ നമ്പേഴ്സ് നമ്മൾ പഠിക്കുന്നത്? 45 and 46. 4 5 ഒരു 4 എഴുതി കഴിഞ്ഞ് 5 കൂടെ എഴുതുമ്പോൾ 45 ആയി. ഫസ്റ്റ് വി റൈറ്റ് 4 and next we write 5. 4 and 5 makes 45. 45. F-O-R-T-Y 40 F-I-V-E 5. F-O-R-T-Y 40 F-I-V-E 5. 45. Next number 46. 46 എന്ന് പറയുമ്പോൾ F-O-R-T-Y 40 S-I-X 6. F-O-R-T-Y 40 S-I-X 6. 46. 45 and 46. F-O-R-T-Y 40 S-I-X 6. 4 ഉം 6 ഉം. ഫസ്റ്റ് വി റൈറ്റ് 4 and 5, പിന്നെ 4 and 6. ഈസിയാണ് അല്ലേ? അപ്പോൾ ടേക്ക് യുവർ ടെക്സ്റ്റ്. പേജ് നമ്പർ 77. 77. ഈ ബുക്കൊക്കെ എടുക്കുമ്പോൾ ഇങ്ങനെ പേജ് നമ്പറൊക്കെ നോക്കണം. നമ്മൾ പഠിച്ച നമ്പേഴ്സാണ്. 7 പഠിച്ചതാ, 7 പഠിച്ചത്. അപ്പോൾ അമ്മച്ചോട് ചോദിക്കാം, അമ്മച്ചിയെ 7 കൂടെ ആകുമ്പോൾ എത്ര അമ്മച്ചിയെന്ന് ചോദിക്കുക കേട്ടോ. 77. Color the numeral 47. 4 and 7 47. First we write a slanting line, sleeping line and a standing line. പിന്നെ 5 എല്ലാവർക്കും അറിയാം, ഞാൻ പറഞ്ഞ് നീറ്റാക്കി എഴുതുക. ആദ്യം സ്റ്റാൻഡിങ് ലൈൻ ഇട്ടിട്ട് വേണം 5 ഇടാൻ. അപ്പൊ 40യുടെ കൂട്ടത്തിൽ ഒരു 5 കൂടെ ചേർക്കുമ്പോഴാണ് എത്ര വരിക? 45. 40 plus 5. 40യുടെ കൂടെ ഒരു 5 എണ്ണം കൂടെ വരുമ്പോൾ എത്ര വരും? 45. 40 plus 5. 45. 40 എണ്ണത്തിന്റെ കൂടെ 40 കഴിഞ്ഞിട്ട് 41 42 43 44 45. 45 ആ 5 എണ്ണം കൂടെ വരുമ്പോൾ 45 ആയി. F-O-R-T-Y 40 F-I-V-E 5. 45. ഈസി, നിസ്സാരം അല്ലേ? അപ്പൊ എന്ത് ചെയ്യാ? F-O-R-T-Y 40 F-I-V-E 5 അത് നീറ്റാക്കി എഴുതുക, കളർ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് കൗണ്ട് ചെയ്ത് നോക്കുക. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 കഴിഞ്ഞു. 40യുടെ കൂട്ടത്തിൽ എത്ര എണ്ണം കൂടെ വരണം? ഒരു 5 എണ്ണം കൂടെ വരണം. 5 കൂടെ ഉണ്ടോ നോക്കുക. 1 2 3 4 5. 1 2 3 4 5. അപ്പൊ 40 plus 5 45. 40യുടെ കൂട്ടത്തിൽ ഒരു 5 എണ്ണം കൂടെ കൂട്ടിയപ്പോൾ 45 ആയി. ഈസി. ട്രേസ് ആൻഡ് റൈറ്റ്. ട്രേസ് ചെയ്യുക, റൈറ്റ് ചെയ്യുക, നീറ്റാക്കി ട്രേസ് ചെയ്യുക. ബോക്സുകളിലൊക്കെ എഴുതുക. ഈസിയാണ് അല്ലേ? 45 ഈസിയല്ലേ? ടേക്ക് നെക്സ്റ്റ് പേജ്. 78. 7 and 8 make 78. ഈ സൈഡിൽ 78 എഴുതിയിട്ടുണ്ട്. നോക്കുക എന്താന്ന്. കളർ ദ ന്യൂമറൽ 46. 46ന് കളർ കൊടുക്കുക. ന്യൂമറൽ 46 നല്ല നീറ്റാക്കി എഴുതി 6ന് കളർ കൊടുക്കുക. പുറത്തുനിന്ന് പോവാതെ നീറ്റായിട്ട് കൊടുക്കുക. F-O-R-T-Y 40 S-I-X 6. F-O-R-T-Y 40 S-I-X 6. നമ്പേഴ്സ് ഒന്ന് നോക്കുക. 1 2 3 ഫസ്റ്റ് റോയിൽ 10 ഉണ്ട്. നെക്സ്റ്റ് റോയിൽ 10, നെക്സ്റ്റ് റോയിൽ 10, നെക്സ്റ്റ് റോയിൽ 10. അങ്ങനെ 4 10s വന്നിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ 1 2 3 4 5 6. ഒരു 6 കൂടെ വന്നപ്പോൾ എത്ര വരും? 40 plus 6. 46. 40യുടെ കൂട്ടത്തിൽ ഒരു 6 കൂടെ എഴുതി 46 ആയി. 40 കഴിഞ്ഞിട്ട് എണ്ണി നോക്കുക. 41 42 43 44 45 46 47. 47 വേണ്ടല്ലോ. once more. 41 42 43 44 45 and 6. 46. 40 plus 6. 40യുടെ കൂട്ടത്തിൽ ഒരു 6 കൂടെ വന്നപ്പോൾ 46 ആയി. അങ്ങനെ 46 നമ്മൾ എഴുതി. F-O-R-T-Y 40 S-I-X 6. 46 ഈസിയാണ് അല്ലേ? ടുഡേ വി ലേൺ 2 numbers 45 and 46. 45 spelling F-O-R-T-Y 40 F-I-V-E 5. 46 spelling F-O-R-T-Y 40 S-I-X 6. 46 45 and 46
ഈസിയാ. അപ്പോൾ ട്രേസ് ചെയ്യുക, റൈറ്റ് ചെയ്യുക, കംപ്ലീറ്റ് ആക്കുക, കളർ ചെയ്യുക, എന്ത് ചെയ്യണം, മിസ്സുമാർക്ക് സെൻഡ് ചെയ്യുക. എത്രയും വേഗം സെൻഡ് ചെയ്യുക. എല്ലാവരും നല്ല കുട്ടികളായിട്ട് വേഗം വേഗം എഴുതിയിട്ട് സെൻഡ് ചെയ്യുക. ഓക്കെ, ഐ ആം മൈൻഡ് ടുഡേയ്സ് ക്ലാസ്. സീ യു നെക്സ്റ്റ് ഡേ. ബൈ ബൈ.